എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ മാതളമരം പൂത്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്രാവശ്യം ഞങ്ങളുടെ മുറ്റത്ത് നല്ല രീതിയിൽ തന്നെ മാതളം പൂത്തിട്ടുണ്ട്. 1.5 വർഷത്തിന് മുൻപേ വെച്ചിരുന്ന ഒരു തൈ ആയിരുന്നു. അത് ഇത്രയും വളർന്ന് ഒരുപാട് പൂക്കളും ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കായ്കളും ഒക്കെ ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പുതിയതായിട്ട് മാതളമരം നടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും മാതളമരം വീട്ടിലുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കെയർ, ഇതിന് കൊടുക്കേണ്ട വളങ്ങൾ, പൂക്കൾ ഒരുപാടുണ്ടാകാനായിട്ട് എന്ത് ചെയ്യണം, ഉണ്ടാകുന്ന പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്താണ്? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. കൂട്ടത്തിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് മാതളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും പലർക്കും ഉള്ളിലൊരു മോഹം ഉണ്ടാകും, നമ്മുടെ വീട്ടുമുറ്റത്തും ഇതുപോലെ ഒരെണ്ണം നടണമെന്നുള്ളത്. 2 രീതിയിൽ മാതളത്തിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് മാതളത്തിൻ്റെ തൈ, അതായത് കുരു ഇട്ടിട്ട് നമുക്ക് കിളിപ്പിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ടൈം എടുക്കും, കുറേ കാലം എടുക്കും അത് നന്നായിട്ട് വളർന്ന് അതിൽ ഫലം ഉണ്ടാകാനായിട്ട്, മാതളം ഉണ്ടാകാനായിട്ട്. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബഡ് ചെയ്തതും ലെയർ ചെയ്തതും ഒക്കെ ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ്. കുറഞ്ഞ വിലയൊക്കെ ഉണ്ടാകത്തുള്ളൂ തൈകൾക്ക്. അങ്ങനെയൊക്കെയുള്ള തൈകൾ വാങ്ങിച്ച് വെച്ചാൽ മാക്സിമം 1.5 വർഷം 3 വർഷത്തിനുള്ളിലൊക്കെ തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് ഫ്രൂട്ട് കിട്ടുകയും ചെയ്യും. നഴ്സറിയിൽ നിന്നൊക്കെ തൈകൾ വാങ്ങിക്കുവാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നെന്താണെന്ന് പറഞ്ഞാൽ, പൂത്ത് നിൽക്കുന്നതും കായ്ച്ച് നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചെടികൾ, അതായത് ചെടികൾ വാങ്ങിക്കാതിരിക്കുക. കാരണം അത് അവർ വളമിട്ടിട്ട് അവർ ചെയ്തെടുക്കുന്നതാണ്, അങ്ങനെ അവരുണ്ടാക്കിയെടുക്കുന്നതാണ് ആ മാതളം അങ്ങനെ പൂക്കുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെടികൾ വാങ്ങിക്കാതിരിക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നല്ല, അതായത് നേരെ പോയി ഓടിച്ചെന്ന് ഒരു തൈ സെലക്ട് ചെയ്യാണ്ട് ഒന്ന് നിരീക്ഷിക്കുക, തൈകൾ മുഴുവനൊന്ന് നിരീക്ഷിക്കുക. നല്ല വണ്ണമുള്ളതും, അതായത് റൂട്ട്, അതായത് ചുവട് നല്ല വണ്ണമുള്ളതൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അങ്ങനെയുള്ളത് മാത്രം സെലക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരിക. കാലതാമസം എടുക്കാണ്ട് നമുക്ക് മാതളം കിട്ടണമെന്നുണ്ടെങ്കിൽ നഴ്സറികളിൽ നിന്നൊക്കെ ഹൈബ്രിഡ് ആയിട്ടുള്ള മാതള ചെടികൾ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അടുത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് മാതളം നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, കുറച്ച് നാൾ അങ്ങനെ തന്നെ അവരുടെ ആ ഒരു ഗ്രോ ബാഗിൽ അങ്ങനെ തന്നെ നിർത്തുക. ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം നമുക്കിത് നടാൻ പറ്റും. അതായത് അവർ വളം കൊടുത്ത്, അവരുടെ രീതിയിലുള്ള വളം കൊടുത്തിട്ടായിരിക്കും ഈ മാതളങ്ങൾ അവർ വളർത്തുന്നുണ്ടാകുക. അത് നമ്മുടെ രീതിക്കാക്കി എടുക്കുക. കാരണം നമ്മൾ പിന്നെ കൊടുക്കുന്ന വളം, അവർ കൊടുക്കുന്ന വളമായിരിക്കില്ല നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മാതളം മരം ചെടി നടാൻ നേരത്ത്, തൈ നടാൻ നേരത്ത് നല്ല വെയിലുള്ള ഭാഗം നോക്കി സെലക്ട് ചെയ്തിട്ട് നടുക. കാരണം ഒരുപാട് വെയിൽ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് മാതളം എന്ന് പറയുന്നത്. ഒരുപാട് പൂക്കൾ ഉണ്ടാവണമെങ്കിലും വെയിൽ തന്നെ വേണം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ മാതളം മരം വലുതായി നിന്നാലും പൂക്കളൊന്നും ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു. അതും ഇല്ലെങ്കിൽ പൂക്കൾ ഉണ്ടായാലും കായ്കൾ വലുതാകുന്നില്ല. ഇതിന് ഒരുപാട് റീസൺസുകളുണ്ട് ഇങ്ങനെയൊക്കെ വരുന്നതിൽ. അപ്പോൾ ഇനി അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരുപാട് വെയിൽ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ മാതളം മരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വെയിലിന് ചൂടിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക. വേനൽ സമയത്ത് നല്ല രീതിയിൽ 2 നേരമെങ്കിലും നനച്ചു കൊടുക്കുക. ആഴ്ചയിൽ 3-4 വട്ടം കൃത്യമായിട്ട് തന്നെ നനച്ചു കൊടുക്കുക. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ നനയുടെ ഒരു തോത് അത് കുറഞ്ഞു പോയാലും പൂക്കൾ കൊഴിഞ്ഞു പോകും. കായ്കളുണ്ടായാലും അതും കൊഴിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഉണ്ടാകുന്ന പൂക്കൾ മുഴുവനും കൊഴിഞ്ഞു പോകുന്നതിന് വേറൊരു കാരണവും കൂടിയുണ്ട്. സാധാരണ മാതള മരത്തിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് പൂപ്പലുണ്ട്. ഈ ഒരു പൂക്കളിൽ വന്നാലും പൂക്കൾ മുഴുവനും കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൂടിയാണ് നല്ല വെയിലുള്ള ഭാഗത്ത് മാതളം കൊണ്ട് നട്ട് വെക്കണമെന്ന് പറയുന്നത്. വെയിലിന് ഒരുപാട് കീടങ്ങളെ പ്രതിരോധിക്കാനും കഴിയും.
സാധാരണയായിട്ട് മാതള മരത്തിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന കീടങ്ങളുണ്ട്. അതായത് ഈ മെലി ബഗ് അല്ലെങ്കിൽ കായീച്ചകൾ, ഇതൊക്കെയാണ് സാധാരണ കൂടുതലായിട്ടും മാതള മരത്തിൽ കാണുന്നത്. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ്, നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് നമുക്ക് നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് സാധാരണ നമുക്ക് വീട്ടിൽ തന്നെ സോപ്പ് വെള്ളം, ഇത് വളരെ നല്ലതാണ്. പൂപ്പൽ മാറാനും അല്ലെങ്കിൽ ഇതുപോലുള്ള കീടങ്ങളുടെ ആക്രമണം ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് സോപ്പ് വെള്ളമൊക്കെ വളരെ നല്ലതാണ്. നല്ല രീതിയിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒരിക്കലും മണ്ണിലേക്ക് അത് വീഴാനായിട്ട് പാടില്ല. മണ്ണിൻ്റെ pH മാറിയാൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനും ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരിയ രീതിയിൽ വെള്ളം നല്ല രീതിയിൽ ലയിപ്പിച്ചിട്ട് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. മാതളത്തായി നല്ല രീതിയിൽ തഴച്ച് വളരാനും ഒരുപാട് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാനായിട്ട് നമ്മൾ തൈകൾ നടുന്നതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, തൈകൾ നടാൻ നേരത്ത് നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ നട്ട് വെക്കണം. അതുപോലെ കുഴിയെടുക്കാൻ നേരത്തെ മാക്സിമം 1 അടി അല്ലെങ്കിൽ 1.5 അടിയിൽ താഴ്ചയിൽ കുഴിയെടുക്കാനും കൂടി നോക്കുക. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളങ്ങൾ നമുക്കതിനകത്ത് ഉപയോഗിക്കാം. ചാണകമോ അല്ലെങ്കിൽ എല്ലുപൊടി, ചാരം, കുമ്മായം, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ, അതായത് ചാരവും ഇതൊക്കെ ഈ വളങ്ങളൊക്കെ നമ്മൾ കുഴിയിൽ ഒരാഴ്ചയോളം മൂടി വെച്ചേക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ തൈകളൊക്കെ അതിലേക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം നടാൻ പറ്റും. നട്ട് കഴിഞ്ഞ് മണ്ണൊക്കെ ഇട്ട് മൂടി ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഇറച്ചി കഴുകിയ വെള്ളമോ അല്ലെങ്കിൽ മീൻ കഴുകിയ വെള്ളമോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. കായ്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും കായ്കളൊക്കെ ഒരുപാട് വലുതാകാനും മീൻ കഴുകിയ വെള്ളവും ഇറച്ചി കഴുകിയ വെള്ളവും ഒക്കെ നല്ല അടിപൊളിയാണ്. ഇനി മാതളത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഗ്രീൻ ടീയിലുള്ളതിനേക്കാൾ 3 ഇരട്ടി ആൻറ്റി ഓക്സിഡൻസ് ആണ് നമ്മുടെ മാതളത്തിലുള്ളത്. ദിവസേന മാതളം കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ കൊണ്ട് പ്രതിരോധശേഷി ഒരുപാട് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. ഒരു മാതളത്തിൽ 64 കാലറിയിലധികം ഉണ്ടെന്നാണ് പറയുന്നത്. ഗർഭകാലത്തും അല്ലെങ്കിൽ മുലയൂട്ടുന്ന സമയത്തുമൊക്കെ അമ്മമാർ ജ്യൂസ് കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ വളരെ നല്ലതാണ്. കൂടാതെ BP നിയന്ത്രിക്കാനായിട്ട് മാതളം സഹായിക്കും. മാതളത്തിൻ്റെ വിത്തുകൾ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ കട്ട പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കും. അതുമാത്രമല്ല, ചില ക്യാൻസർ കോശങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയാനും ക്യാൻസറിന് കാരണമാകുന്ന മുഴകളെയൊക്കെ ഇല്ലാണ്ടാക്കാനും നമുക്ക് മാതളം സഹായിക്കും. മാതളം കഴിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. കൂട്ടത്തിലെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാവേ.